10 അവേഴ്സ് ജോബ് എന്നുള്ളത് എപ്പോഴും വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. യൂഷ്വലി 10 അവേഴ്സ് എന്നുള്ളത് എപ്പോഴും 1 മണിക്കൂറെങ്കിലും എനിക്ക് കൂടുതലാണ് പതിവ്. കറക്റ്റ് പണിയെല്ലാം തീർത്ത് ലോഗൗട്ട് ഇടുന്ന ഒരു ടൈമായിരിക്കും ക്ലയൻറ്റ് മീറ്റിങ്ങോ അല്ലെങ്കിൽ ഒരു ടീം മീറ്റിങ്ങോ ആയിട്ട് വരുന്നത്. പക്ഷേ ഇന്നത്തെ ക്ലയൻറ്റ് മീറ്റിംഗ് എന്തോ നേരത്തെ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അവരെന്നെ അവിടുന്ന് റൂം വരെ ഡ്രോപ്പും ചെയ്തു. അതുകൊണ്ട് പതിവിലും കുറച്ച് നേരത്തെ എനിക്ക് റൂമിൽ നിന്ന് എത്താൻ പറ്റി. അപ്പോൾ ഞാൻ ഓർത്തു, കുറേ നാളായി മുടങ്ങി കിടക്കുന്ന എൻ്റെ നൈറ്റ് സ്കിൻ കെയർ ഒന്നും എനിക്ക് ചെയ്യാം, നല്ലൊരു ബാത്ത് എടുക്കാമെന്ന്. എണ്ണ വെച്ച് കുളിക്കുന്നതാണ് എനിക്ക് എപ്പോഴും കിട്ടുന്ന ഒരു റിലാക്സേഷൻ എന്നുള്ളത്. അത് തലയിലും മുഖത്തൊക്കെ കുറച്ച് എണ്ണയൊക്കെ തേച്ച് ഒന്ന് മസാജൊക്കെ ചെയ്ത് കുളിക്കുമ്പോൾ കുറേ എനിക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടാറുണ്ട്. അപ്പോൾ എണ്ണയൊക്കെ വെച്ച് ഒന്ന് മസാജൊക്കെ ചെയ്ത് കൊടുക്കുന്ന ആ ഒരു സമയം ഞാൻ മുഖത്ത് അപ്ലൈ ചെയ്യാൻ ഒരു ഫേസ് പാക്കും കൂടെ ഉണ്ടാക്കി വെച്ചു. പിന്നെ ഇന്ന് തല കഴുകാൻ വേണ്ടി ഞാൻ കീറ്റോ കോൺസേണിൻ്റെ ഒരു ഷാമ്പൂവും ഗാർണിയറിൻ്റെ ഒരു ഹെർബൽ കണ്ടീഷണറുമാണ് യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ നല്ലൊരു കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ ഫേസിൽ പാക്കൊക്കെ അപ്ലൈ ചെയ്തു. പാക്കൊന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് ആ ഒരു സമയം നമുക്ക് നമ്മുടെ ബെഡൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിടാം. ഞാൻ എൻ്റെ നാളത്തെ യൂണിഫോമൊക്കെ ഒന്ന് അയൺ ചെയ്ത് വെക്കാമെന്ന് ഓർത്തു. എബ്രോഡ് ജോബിന് വരുന്ന നേരം എൻ്റെ ഏറ്റവും വലിയ ടെൻഷനായിരുന്നു, ഓഫീസിനെക്കാട്ടും ഏറ്റവും വലിയ ടെൻഷനായിരുന്നു എനിക്കൊരു നല്ല ബെഡ് സ്പേസ് കിട്ടുമോ എന്നുള്ളത്. പക്ഷേ അത് വളരെ നല്ലൊരു ബെഡ് സ്പേസാണ് എനിക്ക് കിട്ടിയത്. നല്ലൊരു റൂമും നല്ലൊരു ബെഡും. ഞാൻ വളരെ ഹാപ്പിയാണ്. അപ്പം എൻ്റെ ബെഡൊക്കെ ഒന്ന് ഒതുക്കി, എൻ്റെ തുണിയൊക്കെ ഒന്ന് അയൺ ചെയ്ത് വെച്ചു. പിന്നെ റൂമിലെപ്പോഴും നമ്മൾ AC ഇടുന്നതുകൊണ്ട് തന്നെ പാക്ക് പെട്ടെന്ന് ഡ്രൈ ആവുന്നുണ്ടായിരുന്നു. പിന്നെ പാക്കൊക്കെ കഴുകി കളഞ്ഞു, ഒന്ന് ബ്രഷൊക്കെ ചെയ്തു. ഇനി നമുക്ക് നമ്മുടെ സ്കിൻ കെയറിലോട്ട് കടക്കാം. സ്കിൻ കെയർ എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം ഒരു നൈറ്റ് സിറമാണ് യൂസ് ചെയ്തത്. ഫേസ് സിറം യൂസ് ചെയ്തു. ശേഷം ഞാനൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തു. പിന്നെ ചുണ്ടിൽ വാസ്ലൈനാണ് ഇട്ട് കൊടുത്തത്. അതൊക്കെ കഴിഞ്ഞ് ഒരു റിഫ്രഷിങ് ഫീലൊക്കെ കിട്ടി. അങ്ങനെ നൈറ്റ് സ്കിൻ കെയർ ഒക്കെ ചെയ്ത് ഞാൻ കിടക്കാൻ വേണ്ടി പോവുകയാണ്. കിടക്കാൻ പോയ സമയം നോക്കിയപ്പോഴാണ് സമയം 12 മണി കഴിഞ്ഞു. അപ്പോൾ ഇപ്പം ഞാൻ ചെയ്തത് ആക്ച്വലി നൈറ്റ് സ്കിൻ കെയർ അല്ല. എന്തായാലും ഞാനിന്ന് കുറച്ച് ഹാപ്പിയും റിഫ്രഷിംഗ് ഒക്കെ ആയിട്ട് തോന്നിയിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെ വല്ലപ്പോഴൊക്കെ ഉള്ള ഒരു സ്കിൻ കെയർ അല്ലേ, ഇപ്പോൾ സമയമൊന്നും നോക്കണ്ട. അങ്ങനെ ഞാൻ കിടക്കാൻ പോവാണ്. ഗുഡ് നൈറ്റ്.